ഗ്രീഷ്മയും ജോളിയും പിന്നെ സീത ചേച്ചി ഇവർ തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. 3 പേരും സ്ത്രീകളാണ്, 3 പേരും ക്രിമിനൽസുകളാണ്, 3 പേരും മർഡർ കേസുകളിലെ പ്രതികളാണ്, 3 പേരും പോയിസൺ കൊടുത്താണ് കൊന്നത്. 3 പേരും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഒരാൾ ചെറുപ്രായവും മറ്റൊരാൾ മധ്യവയസ്സിലും മൂന്നാമത്തെ ആൾ പ്രായമുള്ള സ്ത്രീയുമാണ്. ആദ്യ 2 കേസുകളിൽ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് ആണെങ്കിൽ മൂന്നാമത്തേത് റോഷാക്ക് എന്ന സിനിമയിലെ ബിന്ദു പണിക്കർ അവതരിപ്പിച്ച സീത അമ്മ എന്ന കഥാപാത്രമാണ്. ഈ വീഡിയോയിൽ ഫീമെയിൽ ക്രിമിനൽ മൈൻഡ്സിന്റെ പൊതുവായ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഓഫീസിലുണ്ടാകാം, നമ്മുടെ നാട്ടിലുണ്ടാകാം, നമ്മുടെ ഷോപ്പിലുണ്ടാകാം, സിനിമയിലുണ്ടാകാം, രാഷ്ട്രീയത്തിലുണ്ടാകാം, നമ്മുടെ കൂട്ടുകാരിലുണ്ടാകാം, എന്തിനു പറയുന്നു നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ഉണ്ടാകാം. ഇനി പറയുന്ന സ്വഭാവങ്ങൾ ഏറെക്കുറെ എല്ലാവരിലും കാണും. എന്നാൽ ഈ സ്വഭാവത്തിന്റെ ആഴം പലരിലും ഡിഫറന്റ് ആണ്. കഞ്ചാവ് അടിച്ചിട്ട് ഒരു അമ്മയെ മകൻ കണ്ടം തുണ്ടമായി വെട്ടിക്കൊന്ന അതേ ദിവസമാണ് ഗ്രീഷ്മയുടെ വിധി പറഞ്ഞത്. എന്നാൽ പ്രതി സ്ത്രീ ആയതുകൊണ്ട് സമൂഹം അത് വളരെ കൂടുതൽ ചർച്ച ചെയ്യും. എന്തുകൊണ്ട്? മാധ്യമങ്ങളിൽ പുരുഷന്മാരെക്കാളും സ്ത്രീ കുറ്റവാളികളാണ് കൂടുതൽ ആഘോഷിക്കപ്പെടുന്നത്. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന സ്ത്രീകൾ പൊതുവെ പുരുഷന്മാരെക്കാളും കുറവാണ്, റെയറാണ്. എന്നാൽ പുരുഷന്മാരെ പോലെ സ്ത്രീകളിലും കണ്ണിൽ ചോരയില്ലാത്ത ഒരു പക്ക ക്രിമിനൽസുകളുണ്ട്. അവരുടെ സ്വഭാവം നമുക്ക് എളുപ്പം തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ സൂക്ഷിച്ച് നിരീക്ഷിച്ചാൽ അവരിലെ ക്രിമിനൽ സ്വഭാവം നമുക്ക് കണ്ടുപിടിക്കാം. റോഷാക്കിലെ സീത ചേച്ചി ചെറുപ്പത്തിൽ എങ്ങനെ ആയിരിക്കുമെന്നത് ഗ്രീഷ്മയും മധ്യവയസ്സുകാലത്ത് എങ്ങനെ ആയിരിക്കുമെന്ന് ജോളിയും കാണിച്ചു തന്നിട്ടുണ്ട്. ഇവരുടെ ഒന്നാമത്തെ സ്വഭാവം റൂത്ത്ലെസ് മാനിപ്പുലേഷൻ ആണ്. ഇവർ കുടുംബത്തിലെ കൂട്ടുകാർക്ക് ഇടയിലും ഉണ്ടെന്ന് വിചാരിക്കുക. വേറെ 2 പേര് നല്ല സുഹൃത്തുക്കളാണെന്ന് വിചാരിക്കാം. എങ്കിൽ ഇവരുടെ കൂടെ കൂടുകയും പിന്നെ പയ്യെ ചെറിയ നുണകൾ പറഞ്ഞ് ഇവരെ തമ്മിൽ തെറ്റിപ്പിക്കും. പിന്നീട് ഇല്ലാ കഥകൾ പറഞ്ഞ് അവർ ശത്രുക്കളാക്കുകയും ചെയ്യും. ഇതിലെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വ്യക്തി ആദ്യം 2 പക്ഷത്ത് നിൽക്കും എങ്കിലും പരസ്പരം തെറ്റുന്നതനുസരിച്ച് കൂടുതൽ പണമുള്ള പവറുള്ള ആളെ സപ്പോർട്ട് ചെയ്യും. ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നവർക്ക് വലിയ ചാം, ഹ്യൂമർ ഒക്കെ ഉണ്ടാവും. ഇവരുടെ ചാമിൽ ഭൂരിപക്ഷം പേരും വീണു പോകും. 2 പേര് തമ്മിൽ തെറ്റിയാൽ ഇവർ മനസ്സിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു സാഡിസ്റ്റിക് സ്വഭാവം ഇവർക്കുണ്ട്. ഇവർ നിങ്ങളെക്കാളും അധികാരം, പണം നേടിയാൽ പിന്നെ നിങ്ങളെ മൈൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ ഇവർ പറയുന്നത് അനുസരിച്ച് ജീവിക്കണം. ചെറിയ മാനിപ്പുലേഷൻ എല്ലാ മനുഷ്യരിലുണ്ട്. പക്ഷെ റൂത്ത്ലെസ് മാനിപ്പുലേഷൻ ആണെങ്കിൽ അത് വലിയൊരു ക്രിമിനൽ സ്വഭാവം തന്നെയായി കണക്കാക്കാം. ഇവരുടെ രണ്ടാമത്തെ സ്വഭാവം ലാക്ക് ഓഫ് എംപതിയാണ്. മറ്റുള്ളവരോട് അനുകമ്പയില്ലാത്തവർ. അതായത് മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നതിനോ അംഗീകരിക്കുന്നതിനോ ഉള്ള ബുദ്ധിമുട്ട്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു പശ്ചാത്താപമോ കുറ്റബോധമോ ഇല്ലാത്തവർ. അങ്ങനെ യാതൊരു സഹാനുഭൂതിയും ഇല്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു സെൽഫിഷ് നാർസിസ്റ്റിക് നേച്ചർ. ഇവരുടെ മനസ്സിൽ സഹാനുഭൂതി ഇല്ലെങ്കിലും അവർ മറ്റുള്ളവരോട് സഹാനുഭൂതി ഉള്ളതായി നന്നായി അഭിനയിക്കും. പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ വളരെ നിസ്സംഗതയായിരിക്കും. ഇവർക്ക് എംപതി ഇല്ലെങ്കിലും എംപതി കൂടിയ ആളുകളിൽ നിന്ന് അത് കിട്ടാൻ ശ്രമിക്കും. ഗ്രീഷ്മയുടെ കാര്യം തന്നെ നോക്കൂ. യാതൊരു സഹാനുഭൂതിയും ഇല്ലാത്ത ഗ്രീഷ്മ വലിയ സ്നേഹമുള്ള ഷാരോണിൽ നിന്ന് അത് നേടാൻ നോക്കി. ജോളിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ സംഭവിച്ചു. ഷാജുവിനെ ലഭിക്കാൻ വേണ്ടി ഷാജുവിന്റെ ഭാര്യയും കുട്ടിയും ജോളി കൊന്നുകളഞ്ഞത്. ഇങ്ങനെയുള്ളവർ എംപതി കൂടിയ ആളുകളെ ചാം കൊണ്ടും ഹ്യൂമർ കൊണ്ടുമാണ് അട്രാക്ട് ചെയ്യുന്നത്. അങ്ങനെ ക്രിമിനൽ മൈൻഡ് ഉള്ളവർ ആദ്യം അട്രാക്ട് ചെയ്യുന്നതും വലിയ എംപത്സിനെ തന്നെ ആയിരിക്കും. കേരളത്തിലായാലും ഹോളിവുഡിലായാലും കഥ ഇത് തന്നെയാണ്. ജോണി ഡെബ് ആംബർ ഹെഡ് കഥയിലും ആംബർ ഹെഡ് വളരെ മാനിപ്പുലേറ്റീവ് ആയ ഹൈലി നാർസിസ്റ്റിക് അറ്റൻഷൻ സീക്കിംഗ് പേഴ്സണാലിറ്റി ആയിട്ടാണ് പൊതുവെ സൈക്കോളജിസ്റ്റുകൾ വിലയിരുത്തുന്നത്. പ്രേമിച്ചതോ സൂപ്പർ സ്റ്റാർ ആയിട്ട് കൂടിയും ഹൈ എംപതായ ജോണി ഡെപ്പിനെ. സ്നേഹം വാരിക്കോരി കൊടുക്കാൻ ഒരാൾ ഉള്ളപ്പോൾ തനിക്കില്ലാത്തത് കിട്ടാൻ ക്രിമിനൽ മൈൻഡ് ഉള്ളവർ ശ്രമിക്കും. ചെറിയ മാനിപ്പുലേഷനും ചെറിയ നാർസിസവും എല്ലാ സ്ത്രീകളിലും കാണും. എന്നാൽ അവർ ക്രിമിനൽ സ്വഭാവം ഉള്ളവരാണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പറയാറില്ലേ ചില പെണ്ണുങ്ങൾ കല്ല് മനസ്സാണെന്ന്. അതിൽ ഭൂരിപക്ഷം പേരും നല്ലവർ തന്നെയാണ്. അത് അവർ ആണുങ്ങളെ പോലെ വളരെ ലോജിക്കലായി കാര്യങ്ങളെ കാണുന്നത് കൊണ്ട് അത്തരം പെണ്ണുങ്ങൾ അധികം കരയാറില്ല. പക്ഷേ അതിൽ ചിലർ കരഞ്ഞു കാണിച്ച് അഭിനയിക്കും. പക്ഷെ സൂക്ഷിച്ചു നോക്കിയാൽ കരയുന്നുണ്ടെങ്കിലും കണ്ണുനീരുണ്ടാവില്ല. അവരെ നമ്മൾ സൂക്ഷിക്കണം. ഇവരുടെ മൂന്നാമത്തെ സ്വഭാവം അഗ്രഷൻ ആൻഡ് വയലൻസ് ആണ്. ആക്രമണവും വയലൻസും സപ്പോർട്ട് ചെയ്തു തുടങ്ങിയാൽ മനസ്സിലാക്കിക്കോ ഒരു പക്ക ക്രിമിനലായി മാറിയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ക്രിമിനൽസ് പക്ക കപട സദാചാരവാദികളും അതേസമയം ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും കൊലപാതകം വരെയുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിൽ ഒരു മടിയും കാണിക്കില്ല. ക്രിമിനൽ ആണുങ്ങളുടെ ഫിസിക്കൽ വയലൻസ് നമുക്ക് എടുത്തു കാണാം. അവർ ജീപ്പ് കെട്ടിക്കൊല്ലും, അടിച്ചുകൊല്ലും, ഇല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുക്കും. പക്ഷെ ക്രിമിനൽ സ്ത്രീകളുടെ വയലൻസ് എടുത്തു കാണിക്കുന്ന ഒന്നല്ല. ക്രിമിനൽ സ്ത്രീകൾ അത്രത്തോളം ഫിസിക്കലി സ്ട്രോങ് അല്ലാത്തത് കൊണ്ട്
ഉണ്ട്. രാജഭരണം കാലം മുതലേ അവർ തുടർന്നു പോകുന്ന പോയ്സൺ പോലെയുള്ള ഈസി മെത്തേഡ്സ് ഉപയോഗിക്കും. അവരുടെ ലക്ഷ്യം പവറാണ്. അവർക്ക് തങ്ങൾക്ക് ചുറ്റുമുള്ള സകലതും കൺട്രോൾ ചെയ്യണം. ആണുങ്ങളാണെങ്കിൽ പൊളിറ്റിക്കൽ സംഘടനകളിൽ, സിനിമാ സംഘടനകളിലൊക്കെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് അവസരം കിട്ടാത്ത സ്ത്രീകൾ അവരുടെ സ്വന്തം തട്ടകമായ ഫാമിലിയിലും ഫ്രണ്ട് സർക്കിളിലും സകലതും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. ഇവര് സ്വയം വിചാരിക്കുന്നത് ഇവര് ഭയങ്കര ബുദ്ധിമതികളും മറ്റുള്ളവർ മണ്ടന്മാരുമായിട്ടാണ്. തങ്ങളുടെ മുഖംമൂടിയായ നന്മമരം ഇമേജിലും തങ്ങളുടെ ടാക്ടിക്സും ഒന്നും ആർക്കും മനസ്സിലാവില്ല എന്ന ഓവർ കോൺഫിഡൻസ് കൂടി ഉണ്ട് താനും. ഇൻഷുറൻസിന് വേണ്ടി വേൾഡ് ക്ലാസ് പ്ലാൻ എന്ന് സ്വയം വിശ്വസിച്ച് സുമാരക്കുറുപ്പ് ചാക്കോയെ കൊന്നത് തന്നെ ഇതിന് വലിയ ഉദാഹരണം. ജോളിയുടെയും ഗ്രീഷ്മയുടെയും കേസിലും ഇത് തന്നെ സംഭവിച്ചു. ജോളി ഒരു പക്ഷെ ആദ്യകാലങ്ങളിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നേ പറയാൻ പറ്റൂ. ഈ ഓവർ കോൺഫിഡൻസ് തന്നെ ഒടുവിൽ ഇവരുടെ കുഴി സ്വയം തോണ്ടും. പണത്തിനും പ്രതാപത്തിനും വേണ്ടി സമൂഹത്തിൽ നല്ല പിള്ള ചമഞ്ഞ് നടക്കുകയും തങ്ങളുടെ നിസാരമായ ഇമേജിന് കോട്ടം വരുത്തുന്നവരെ അടിച്ചൊതുക്കുക എന്നത് ഈ ക്രിമിനൽസിന്റെ പൊതു സ്വഭാവമാണ്. ഇങ്ങനെയുള്ള ക്രിമിനൽസ് ഉണ്ടാകുന്നതിന് കാരണം സോഷ്യൽ എൻവയറമെന്റ് ആകാം, സൈക്കോളജിക്കൽ ആകാം, അല്ലെങ്കിൽ ബയോളജിക്കൽ ആകാം. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ അത് കുറയ്ക്കേണ്ടത് നമ്മുടെ സോഷ്യൽ സിസ്റ്റത്തിന്റെയും എക്കണോമിക് സിസ്റ്റത്തിന്റെയും നിയമവ്യവസ്ഥയുടെ കൂട്ടായ റെസ്പോൺസിബിലിറ്റിയാണ്. ചെറുതിലെ ഇങ്ങനെയുള്ള വാസന ശ്രദ്ധിക്കപ്പെട്ടാൽ അവർക്ക് നല്ലൊരു വാല്യൂ സിസ്റ്റം ചുറ്റും കെട്ടിപ്പടുത്തുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. ചരിത്രത്തിൽ ഇങ്ങനെയുള്ള അക്രമകാരികളായ സ്ത്രീകൾ നടത്തിയ ചില കൊടിയ കുറ്റകൃത്യങ്ങൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക.